ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരേ ഫോൺ നമ്പർ യൂസ് ചെയ്ത് രണ്ട് മൊബൈലിൽ നിങ്ങൾക്ക് എങ്ങനെ വാട്സപ്പ് സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരേ മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് നിങ്ങൾ രണ്ട് വാട്സപ്പ് എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മൊബൈൽ ബാറ്ററി ഡൗൺ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ടില്ല എങ്കിൽ മറ്റു മൊബൈൽ യൂസ് ചെയ്തും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഐഫോണിൽ ഒരു വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാട്സപ്പ് എൻ്റെ മറ്റൊരു മൊബൈലിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് വാട്സപ്പ് ആഡ് ചെയ്യേണ്ട ഫോൺ എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ വാട്സപ്പ് ആഡ് ചെയ്യുന്നത്. ഇതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിലവിൽ വാട്സപ്പ് എല്ലാം ഉള്ള ഫോണാണെങ്കിൽ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാട്സപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഫോണിലെ സിം റിമൂവ് ചെയ്തതിന് ശേഷം വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത്തരത്തിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ പോകാം. ഇപ്പോൾ ഇവിടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഫോൺ നമ്പർ അല്ല നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഈ 3 ഡോട്ടിലാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ പ്രസ് ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് എ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ലിങ്ക് എ ഡിവൈസ് എന്ന ഓപ്ഷൻ നിങ്ങൾ സിം കാർഡ് റിമൂവ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇപ്രകാരം ലിങ്ക് എ ഡിവൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു QR കോഡ് വന്നിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ നമ്മുടെ മറ്റേ ഫോൺ എടുക്കുക. അതായത് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോൺ എടുക്കുക. ഇവിടെ ഐഫോൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ പോവുക. അതിനുശേഷം ഇവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ലിങ്ക് എ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇപ്രകാരം ഈ QR കോഡ് ഇതിൽ സ്കാൻ ചെയ്യുക. അതിനുശേഷം ഇത് സ്കാൻ ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഈ ഒരു മൊബൈൽ ലോഡിംഗ് യുവർ ചാറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഫോണിലും ഒരുപോലെ വാട്സപ്പ് സെറ്റ് ആയിരിക്കുന്നത് കാണാം. ഇതിൽ വന്നിരിക്കുന്ന പ്രൊഫൈൽ അതുപോലെ ഇപ്പുറത്തെ ഫോണിലും വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് ഫോണിൽ നിന്ന് വേണമെങ്കിലും ചാറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. ഒരേ നമ്പർ യൂസ് ചെയ്ത് ഇപ്പോൾ രണ്ട് ഫോണിൽ വാട്സപ്പ് സെറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്